എന്താണ് മുത്തങ്ങ സമരം? എന്താണ് അന്ന് മുത്തങ്ങയിൽ സംഭവിച്ചത്? കേവലം ഒരു സ്ഥലനാമം മാത്രമല്ല മുത്തങ്ങ. കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തിലെ ക്രൂരമായ അനീതികൾക്ക് സാക്ഷ്യം വഹിച്ച സംഭവം അരങ്ങേറിയ മണ്ണാണ്. കേരളത്തിലെ സാമൂഹിക വ്യവസ്ഥിതിയിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആദിവാസി ജനത തങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമി ആവശ്യപ്പെട്ടപ്പോൾ ഭരണകൂടം തോക്കുകളും ലാത്തികളും ഉപയോഗിച്ച് അവരെ അടിച്ചമർത്തി. അവർക്കെതിരെ വെടിയുതിർത്തു, കുടിലുകൾക്ക് തീയിട്ടു, കുട്ടികളെയും അമ്മമാരെയും ക്രൂരമായ മർദ്ദനത്തിനിരയാക്കി. കണ്ണിൽ കണ്ട എല്ലാവരെയും സമരത്തിൽ പങ്കെടുത്തവരാണോ അല്ലയോ എന്നുപോലും നോക്കാതെ തുറങ്കിലടച്ചു. വയനാട് ജില്ലയിൽ ആദിവാസികൾക്ക് നേരെ പോലീസ് വെടിയുതിർത്ത ഭീകര സംഭവമാണ് മുത്തങ്ങ സമരം. 2001 ഒക്ടോബറിൽ വാഗ്ദാനം ചെയ്തിരുന്ന ഭൂമി അനുവദിക്കുന്നതിൽ കേരള സർക്കാർ കാലതാമസം വരുത്തിയതിൽ പ്രതിഷേധിച്ച് ആദിവാസി ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിൽ ആദിവാസികൾ ഒത്തുകൂടി. 2003 ഫെബ്രുവരി 19 നടന്ന പ്രതിഷേധത്തിനിടയിൽ കേരള പോലീസ് 18 തവണ ആദിവാസികൾക്കെതിരെ വെടിയുതിർത്തു. 2 പേർ മരിച്ചു. അതിലൊരാൾ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. ഇന്ത്യയിലെ ആദിവാസി പ്രസ്ഥാനങ്ങളുടെ ചരിത്രപ്രധാനമായ പോരാട്ടമാണ് മുത്തങ്ങ പ്രക്ഷോഭം. കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് ദേശീയപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ബത്തേരിക്കും കർണാടക തമിഴ്നാട് അതിർത്തിക്കും സമീപമാണ് മുത്തങ്ങ സ്ഥിതി ചെയ്യുന്നത്. 1914 ബ്രിട്ടീഷ് സർക്കാർ ഉത്തരവിൽ പണിയ കാട്ടുനായിക്ക സമുദായ ഗോത്രക്കാർക്ക് മുത്തങ്ങ ഭൂമിയിൽ പാരമ്പര്യ അവകാശം അനുവദിച്ചിട്ടുണ്ടായിരുന്നു. 1960 കേരളത്തിൽ റവന്യൂ സർവേ നടത്തി 12,000 ഏക്കർ ഭൂമി മിച്ചഭൂമിയായി പിടിച്ചെടുത്തു. 1960 മുതൽ 71 വരെ ഈ ഭൂമി കേരളത്തിന്റെ കൈവശമായിരുന്നു. മാധവ മേനോൻ കമ്മിറ്റി നേതൃത്വത്തിൽ മിച്ചഭൂമിയായി പിടിച്ചെടുത്ത ഭൂമി 1971 കേരള വനം നിക്ഷേപ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിയമപ്രകാരം ഇങ്ങനെ പിടിച്ചെടുക്കുന്ന ഭൂമിയുടെ 50% ഭൂരഹിതരായ ആദിവാസികൾക്ക് നൽകണം. ഈ വ്യവസ്ഥ പ്രകാരം 12,000 ഏക്കറിൽ 6,000 ഏക്കർ നിരുപാധികമായി ആദിവാസികൾക്ക് നൽകേണ്ടതാണ്. 25% കേരളത്തിലെ ദലിതർക്കും 15% അംഗൻവാടികളും സ്കൂളുകളും നിർമ്മിക്കുന്നതിനും 10% ഭൂരഹിത തൊഴിലാളികൾക്കും നൽകണം. എന്നാൽ നിയമം നടപ്പിലാക്കുകയും ഭൂരഹിതരായ ആദിവാസി ദലിത് കുടുംബങ്ങൾക്ക് ഭൂമി നൽകാതിരിക്കുകയും ചെയ്തതിലൂടെ എല്ലാ വ്യവസ്ഥകളും പൂർണ്ണമായി അട്ടിമറിക്കപ്പെട്ടു. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യയിൽ ഉയർന്നു വന്ന രാഷ്ട്രീയ നേതൃത്വം ആദിവാസികളുടെ വനങ്ങളുടെ മേലുള്ള അവകാശങ്ങൾ അംഗീകരിച്ചിരുന്നു. എന്നിരുന്നാലും നിയമത്തിൽ വലിയ മാറ്റമൊന്നും വരുത്തിയില്ല. സ്വതന്ത്ര ഇന്ത്യ ബ്രിട്ടീഷ് സർക്കാരിന്റെ അതേ വനനയം പിന്തുടർന്നു. അവർ ഉൽപ്പാദിപ്പിച്ച് ശേഖരിച്ച് വന ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കാൻ വനം വകുപ്പിനും വനപാലകർക്കും അധികാരം നൽകി. ആദിവാസി ഭൂമിയിലെ വ്യാപകമായ കയ്യേറ്റം സർക്കാരിന്റെ ഒത്താശയോടെയാണ് നടന്നത്. കയ്യേറ്റക്കാർക്ക് പട്ടയവും പതിച്ചു നൽകപ്പെട്ടു. ആദിവാസികൾക്ക് അവരുടെ ആവാസ വ്യവസ്ഥ, ഭൂമി, സംസ്കാരം എന്നിവ നിഷേധിക്കപ്പെട്ടു. ഏകദേശം 3/4 നൂറ്റാണ്ട് മുൻപ് വയനാട്ടിൽ ആരംഭിച്ച വലിയ തോതിലുള്ള കുടിയേറ്റം കേരളത്തിലെ ആദിവാസികളെ അവരുടെ ഭൂമിയിൽ നിന്ന് പുറന്തള്ളി. കയ്യേറ്റക്കാർ കായികശേഷിയും വ്യാജരേഖകളും ഉപയോഗിച്ച് ആദിവാസികളുടെ ഭൂമി തട്ടിയെടുത്തു. 1978 കേരള സർക്കാർ നടത്തിയ സർവേയിൽ 1966 76 ഇടയിലുള്ള 10 വർഷത്തിനുള്ളിൽ 3546 ആദിവാസി കുടുംബങ്ങളുടെ 9854 ഏക്കർ ഭൂമി അന്യാധീനപ്പെട്ടതായി കണക്കാക്കി. ഇതിൽ 92% ആദിവാസികളിൽ നിന്ന് ആദിവാസികളല്ലാത്തവർക്കുള്ള സ്വത്ത് കൈമാറ്റമായിരുന്നു. 1975 കേരള പട്ടികവർഗ 31 നമ്പർ നിയമം മുഖ്യമന്ത്രി സി അച്യുതമേനോന്റെ കാലത്ത് നിയമമാക്കിയെങ്കിലും ഇപ്പോഴും നടപ്പാക്കിയിട്ടില്ല. 1987 EK നായനാരുടെ കാലത്ത് ഇത് നടപ്പിലാക്കാൻ ശ്രമം നടന്നെങ്കിലും നടന്നില്ല. ഈ സാഹചര്യത്തിൽ 1988 ഡോക്ടർ നല്ലതമ്പി ഒരു റിട്ട് ഹർജിയിലൂടെ കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും 1975 നിയമം നടപ്പിലാക്കാൻ സർക്കാരിനോട് നിർദ്ദേശിക്കുന്ന ഒരു വിധി നേടുകയും ചെയ്തു. 1993 അധികാരത്തിൽ വന്ന കെ കരുണാകരൻ സർക്കാർ നിലവിലുള്ള അപേക്ഷകൾ പൂർണ്ണമായി തീർപ്പാക്കുകയും നിയമം നടപ്പിലാക്കുകയും ചെയ്യുമെന്ന് കോടതിക്ക് ഉറപ്പ് നൽകി. കാര്യങ്ങൾ മന്ദഗതിയിലാക്കാൻ വേണ്ടി മാത്രമായിരുന്നു അത്. 1995 ശ്രീ AK ആന്റണി മുഖ്യമന്ത്രിയായപ്പോൾ ആദിവാസി ഭൂമി നിയമം ഭേദഗതി ചെയ്യാനുള്ള ശ്രമം ആരംഭിച്ചു. എന്നാൽ കയ്യേറ്റങ്ങൾ നിയമവിധേയമാക്കി ആദിവാസികൾക്ക് എന്തെങ്കിലും നൽകിക്കൊണ്ട് പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള സംവിധാനമുള്ള ഈ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ് കേരള ഗവർണർ തിരിച്ചയച്ചു. അങ്ങനെയിരിക്കെ 2001 ഒക്ടോബർ 3 CK ജാനു, M ഗീതാനന്ദൻ എന്നിവരുടെ നേതൃത്വത്തിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആദിവാസി ഭൂസമരങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമായി ആദിവാസി ഗോത്ര മഹാസഭ രൂപീകരിച്ചു. 90കളുടെ അവസാനത്തിൽ
കേരളത്തിലുടനീളമുള്ള ആദിവാസി മേഖലകളിൽ ഉണ്ടായ ഭീകരമായ പട്ടിണി മരണങ്ങളെ തുടർന്ന് 2001 ആദിവാസി ഗോത്ര മഹാസഭ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കുടിൽകെട്ടി സമരം ആരംഭിച്ചു. 2001 ഒക്ടോബർ 16 അന്നത്തെ മുഖ്യമന്ത്രി AK ആന്റണി നടത്തിയ ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് ശേഷം കുടിൽകെട്ടി സമരം അവസാനിച്ചു. പക്ഷേ ആദിവാസികൾ വഞ്ചിക്കപ്പെടുകയായിരുന്നു. 1 വർഷത്തിനുള്ളിൽ ഭൂമി വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രിയിൽ നിന്ന് ഉറപ്പ് ലഭിച്ചതിനെ തുടർന്ന് ആദിവാസി ഗോത്ര മഹാസഭ സമരം പിൻവലിക്കുകയായിരുന്നു. 2 വർഷത്തിനു ശേഷവും സർക്കാർ ആ വാഗ്ദാനം പാലിച്ചില്ല. ഒടുവിൽ പുലിത്തൂക്കി, തിരുവണ്ണൂർ കോളനികൾ പോലുള്ള വയനാട്ടിലെ ആദിവാസി ഗ്രാമങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ 2003 ജനുവരി 3-4 തീയതികളിൽ ആദിവാസി ഗോത്ര മഹാസഭയുടെ മുൻകൈയിൽ മുത്തങ്ങയിലെത്തി. അടിയ, പണിയ, കുർച്യ, വേട്ടക്കുറുമൻ, കാട്ടുനായ്ക്കർ തുടങ്ങിയ ആദിവാസി ഗോത്രങ്ങൾ ഒരുമിച്ച് മുത്തങ്ങയിലേക്ക് പോയി. അവർ അവിടെ കുടിലുകൾ പണിയുകയും കൃഷിയിടങ്ങൾ ഒരുക്കുകയും കുട്ടികൾക്കായി 3 സ്കൂളുകൾ ആരംഭിക്കുകയും ചെയ്തു. ഭക്ഷ്യവിതരണം, വന്യജീവി സംരക്ഷണം, പരിസ്ഥിതി പുനഃസ്ഥാപന സംരംഭങ്ങൾ ആരംഭിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഏകദേശം 2000 ആദിവാസികൾ പ്രതിഷേധ സ്ഥലത്ത് 700ഓളം കുടിലുകളിൽ താമസമാക്കി. യൂക്കാലിപ്റ്റസ് തോട്ടം കാരണം മുത്തങ്ങയിലെ വനം ചൂഷണം ചെയ്യപ്പെട്ടിരുന്നു. മുത്തങ്ങയിലെ ആദിവാസി പ്രദേശങ്ങൾ ആദിവാസികൾ പൂർണ്ണമായും മദ്യരഹിത മേഖലയാക്കി മാറ്റി. മദ്യമാഫിയയെയും മൃഗവേട്ടക്കാരെയും തടയാൻ ആദിവാസികൾ തകരപ്പാടിയിൽ ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചു. അവർ അമ്പും വില്ലുമേന്തി കാവൽ നിന്നു. മാധ്യമങ്ങൾ ഉൾപ്പെടെ ആരെയും അകത്തേക്ക് കടത്തിവിടുന്നില്ലെന്ന് പുറത്തുനിന്ന് വ്യാജ പ്രചരണമുണ്ടായിരുന്നു. ആദിവാസികൾക്കെതിരായ ആസൂത്രിത പ്രചാരണമായിരുന്നു അത്. മുത്തങ്ങയിൽ താമസിച്ചിരുന്ന കുഞ്ഞുങ്ങൾക്ക് പോളിയോ മരുന്ന് നൽകാൻ എത്തിയവരെ വനം ഉദ്യോഗസ്ഥർ തടഞ്ഞുവെച്ചു. അന്നത്തെ സ്പീക്കർ വക്കം B. പുരുഷോത്തമൻ നിയമസഭാ വേദിയിൽ നിന്ന് പറഞ്ഞത്, ആദിവാസികൾ അമ്പും വില്ലും പിടിച്ചു നിൽക്കുന്നു, ആരെയും അകത്തു കടക്കാൻ അനുവദിക്കുന്നില്ല, ആദിവാസികളെ വെടിവെച്ചു കൊല്ലണം എന്നായിരുന്നു. 2003 ഫെബ്രുവരി 17 രാവിലെ 9 മണിക്ക് തകരപ്പാടിക്കടുത്തുള്ള വനത്തിന് വനപാലകരും വാച്ചർമാരും ഗുണ്ടകളും ചേർന്ന് തീയിടുന്നു. ഓടുന്ന ജീപ്പിൽ നിന്ന് ആനയുടെ ചാണകം മണ്ണെണ്ണയിൽ മുക്കി കത്തിച്ചെറിഞ്ഞു. 80 കുടിലുകളും 1000 ഏക്കർ ഭൂമിയും കത്തി നശിച്ചു. ജീപ്പിലുണ്ടായിരുന്ന വനപാലകരെയും ഗുണ്ടകളെയും ആദിവാസികൾ പിടികൂടി. മുത്തങ്ങയിലെ വനത്തിന് തീയിട്ടതായി കുറ്റം ചുമത്തി ആദിവാസികളെ ഒഴിപ്പിക്കാനായിരുന്നു പദ്ധതി. ഫെബ്രുവരി 18 പോലീസ് മുത്തങ്ങ വളഞ്ഞു. ഫെബ്രുവരി 19 6 മണിക്ക് പോലീസ് എല്ലാവരെയും കാട്ടിൽ നിന്ന് പുറത്തു പോകണമെന്ന് ആവശ്യപ്പെട്ടു. ആദിവാസികളിൽ ആരും പുറത്തിറങ്ങിയില്ല. പകരം അവർ കൃഷിയിടങ്ങളിലും കുടിലുകളുമായി പതിവ് പണികളിൽ ഏർപ്പെട്ടു. രാവിലെ 8 മണിക്ക് സായുധ പോലീസ് ഉദ്യോഗസ്ഥരുടെയും വനപാലകരുടെയും വാടക ഗുണ്ടകളുടെയും ഒരു ബറ്റാലിയൻ ലാത്തികളുമായി ഓടിയെത്തി എല്ലാ ആദിവാസികളെയും മർദ്ദിക്കാൻ തുടങ്ങി. സമാധാനപരമായി ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം പോലീസ് കണ്ണീർവാതകം പ്രയോഗിക്കുകയും ലാത്തി ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിക്കുകയും വെടിയുതിർക്കുകയും ചെയ്തു. കൂടാതെ പോലീസും ഗുണ്ടകളും അംഗൻവാടിക്ക് സമീപത്ത് കൂട്ടിയിട്ടിരുന്ന പുല്ലിനും തീയിട്ടു. കുട്ടികൾ നിലവിളിച്ചപ്പോൾ അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ അംഗൻവാടിയിലേക്ക് ഓടിയെത്തിയ മാതാപിതാക്കളെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു. പല ദിശകളിലേക്കും ആളുകൾ ചിതറിയോടി. സ്ത്രീകളോ പുരുഷന്മാരോ പ്രായമായവരോ കുട്ടികളോ എന്ന വ്യത്യാസമില്ലാതെ പോലീസ് ലാത്തി വീശി. 3 വയസ്സുള്ള കുട്ടിയുടെ തല തകർത്തു. കാമഭ്രാന്തന്മാരായ പോലീസ് ഉദ്യോഗസ്ഥർ സ്ത്രീകളുടെ മുലകളിൽ പിടിച്ച് നിലത്തുകൂടി വലിച്ചിഴച്ചു. സ്ത്രീകൾ ലൈംഗിക പീഡനത്തിന് ഇരയായി. സമരത്തിൽ പങ്കെടുത്ത നിരവധി ആദിവാസികൾ മുത്തങ്ങ പ്രദേശത്തിന് പുറത്തു നിന്നുള്ളവരായിരുന്നു. കാട്ടിലെ ദിശ അറിയാതെ അവർ അലഞ്ഞു. വെടിവയ്പിലും ഏറ്റുമുട്ടലിലും വിനോദ് എന്ന പോലീസുകാരനും ജോഗി എന്ന ആദിവാസിയും കൊല്ലപ്പെട്ടു. ഫെബ്രുവരി 22 CK ജാനുവും ഗീതാനന്ദനും അറസ്റ്റിനായി പോലീസിൽ കീഴടങ്ങി. അറസ്റ്റിനു ശേഷം ലാത്തികളും ബൂട്ടുകളും ഉപയോഗിച്ചുള്ള ക്രൂരമായ കൂട്ടമർദ്ദനം നേരിടേണ്ടി വന്നു. സമരത്തെക്കുറിച്ച് CK ജാനു തന്റെ ആത്മകഥയായ അടിമമക്ക എന്ന പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു: സമരത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത നിരപരാധികളായ ആദിവാസികളെയെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്തു. മരുന്ന് വാങ്ങാനും വിവാഹം, ഉത്സവങ്ങൾ എന്നിവയ്ക്കായി പോയവരെയെല്ലാം അറസ്റ്റ് ചെയ്തിരുന്നു. പോലീസിനെ ഭയന്ന് കോളനികളിൽ നിന്ന് ജോലിക്ക് പോകാൻ പോലും ആളുകൾ ഭയപ്പെട്ടു. വയനാട്ടിൽ മാത്രമല്ല, കേരളത്തിന്റെ മുഴുവൻ ആദിവാസി കോളനികളിലും മുത്തങ്ങ പ്രക്ഷോഭത്തിൽ പോലീസ് അതിക്രമം നടത്തി. പോലീസ് കസ്റ്റഡിയിൽ മാനസികവും ശാരീരികവുമായ പീഡനം മൂലം 25ഓളം പേർ മരിച്ചു. ചിലർക്ക് അംഗവൈകല്യം സംഭവിച്ചു. ചിലർക്ക് ഗുരുതരമായി പരിക്കേറ്റു. തികച്ചും ജനാധിപത്യമായ ഒരു പോരാട്ടമാണ് അവിടെ നടന്നത്. അതിനെ ഒരു ഭീകര പ്രവർത്തനമായി ചിത്രീകരിച്ച്
അജ്ഞാതമായ ചില ബന്ധങ്ങൾ ആരോപിച്ച് അവർ ക്രൂരമായി ആക്രമിച്ചു. മാസങ്ങളോളം നീണ്ടുനിന്ന അടിയന്തരാവസ്ഥ പോലെയായിരുന്നു അത്. ജോഗിയുടെ മരണം വ്യക്തമല്ലാത്ത മരണം സാഹചര്യങ്ങളുടെ കേസായി പോലീസ് രജിസ്റ്റർ ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥൻ വിനോദിന്റെ മരണം ആസൂത്രിതമാണെന്ന് മനസ്സിലാക്കാമെന്നും കാലിന് പരിക്കേറ്റ് പോലീസുകാരൻ കിടക്കുന്നത് കണ്ട ആദിവാസികളും പ്രവർത്തകരും പോലീസിനോട് എത്രയും വേഗം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടെങ്കിലും പോലീസ് അത് അവഗണിച്ചു. ആംബുലൻസ് വിട്ടയക്കാത്തതിനാൽ ആദിവാസികൾ മറ്റൊരു വാഹനം കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ പോലീസ് വാഹനം തടഞ്ഞ് തിരിച്ചയച്ചു. പോലീസിന്റെ അനാസ്ഥ മൂലമാണ് പോലീസുകാരൻ മരിച്ചത്. ആ മരണത്തിന് പോലീസാണ് ഉത്തരവാദികൾ. പോലീസിന്റെ മരണശേഷം രജിസ്റ്റർ ചെയ്ത കേസിൽ കുറ്റാരോപിതരായി ആദിവാസികളെ വർഷങ്ങളോളം പീഡിപ്പിച്ചു. സംഭവം നടന്ന് 15 വർഷത്തിനു ശേഷമാണ് കേസിൽ വിചാരണ പോലും ആരംഭിച്ചത്. അവർ ഇപ്പോഴും കോടതിയിൽ കയറിയിറങ്ങുന്നു. 45 ദിവസം പ്രശ്നപരിഹാരത്തിന് ഒരു ശ്രമവും നടത്താതെ നികൃഷ്ടമായ അക്രമത്തിലൂടെ നിരവധി ജീവനുകൾ പൊലിയുന്ന ദാരുണമായ സാഹചര്യമാണ് അത് സൃഷ്ടിച്ചത്. മുത്തങ്ങയിൽ വെടിവെപ്പ് നടന്നത് മുഖ്യമന്ത്രി AK ആന്റണിയുടെ അറിവോടെയാണ്. ആദർശവാനായ മുഖ്യമന്ത്രിയുടെ ഭരണകാലത്ത് സമൂഹത്തിലെ ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ ജീവിക്കുന്ന ആദിവാസികൾക്കെതിരെ നടന്ന ക്രൂരമായ അതിക്രമങ്ങളിൽ കേരള സമൂഹം തന്നെ ലജ്ജിച്ച് തലകുനിക്കേണ്ടി വന്നു. അന്നത്തെ വനം വകുപ്പ് മന്ത്രിയായിരുന്ന K സുധാകരൻ ആദിവാസികളെ മനുഷ്യരായി പോലും പരിഗണിച്ചിരുന്നില്ല. എല്ലാ ആദിവാസികളും കുറ്റവാളികളായതിനാൽ കുറ്റവാളികൾക്ക് നഷ്ടപരിഹാരം നൽകാൻ സർക്കാരിന് ബാധ്യതയില്ലെന്നും മുത്തങ്ങ സമരത്തിന് പിന്നിൽ CK ജാനുവിന്റെ രഹസ്യ രാഷ്ട്രീയ അജണ്ടയാണെന്നും ഇത് കേരളത്തിനുള്ള സന്ദേശമാണെന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം ധിക്കാരപൂർവ്വം പറഞ്ഞു. പോലീസിനെ ഉപയോഗിച്ച് കാടിന് തീയിട്ട് പ്രതിഷേധക്കാരെ തുരത്താൻ ശ്രമിച്ച എല്ലാവരെയും മുത്തങ്ങ സംഭവത്തിൽ ഒന്നാം പ്രതികളാക്കണമെന്നും ആദിവാസ ഗോത്ര മഹാസഭ നിരോധിക്കുമെന്നും പറഞ്ഞു. CK ജാനുവിനെയും ഗീതാനന്ദനെയും നക്സലുകളെന്നും സായുധ കലാപകാരികളുമെന്ന് വിശേഷിപ്പിച്ചു. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറിയുമായ പിണറായി വിജയൻ ഈ സമരത്തിന് പിന്നിൽ ദേശവിരുദ്ധ ശക്തികളാണെന്ന് ആരോപിച്ചു. ആദിവാസികളോടുള്ള എല്ലാ മനോഭാവങ്ങളും അവരുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും പുറത്തു വന്നു. ആദിവാസികളുടെ അവകാശങ്ങൾക്കായി ആദിവാസികൾ ഇനി ഒരിക്കലും ഒന്നിക്കരുത് എന്ന സമീപനമാണ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ചിരുന്നത്. അത്തരമൊരു പോരാട്ടം ഇനി ഉണ്ടാകരുത്. ഇതോടെ ആദിവാസികളെയും അവരുടെ സമൂഹത്തെയും ഉന്മൂലനം ചെയ്യണം. മുത്തങ്ങ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് LDF MLA മാർ നടത്തിയ നിരാഹാര സമരം, മാർച്ച്, ഹർത്താൽ എന്നിവ LDFന്റെയും BJPയുടെയും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയായിരുന്നു. ഓരോ സമരവും പരിപാടികളും ആദിവാസികളെ അവരുടെ പാർട്ടികൾക്ക് മുകളിൽ വിജയിപ്പിക്കാനുള്ള മത്സരത്തിന്റെ ഭാഗമായിരുന്നു. മുത്തങ്ങയിലെ ജനങ്ങൾക്ക് നീതി ലഭിക്കുക എന്നതല്ലായിരുന്നു ലക്ഷ്യം. എഴുത്തുകാരിയും സാമൂഹിക പ്രവർത്തകയുമായ അരുന്ധതി റോയ്, CK ജാനു, M ഗീതാനന്ദൻ എന്നിവരെ ജയിൽ സന്ദർശിച്ചതിനു ശേഷം കേരളത്തിലെ എഴുത്തുകാരും മാധ്യമങ്ങളും അവർക്ക് അനുകൂലമായി എഴുതാൻ തുടങ്ങി. കേസ് കോടതിയിൽ വാദിച്ചപ്പോൾ മുത്തങ്ങ സമരക്കാരുടെ അഭിഭാഷകൻ സർക്കാരിനോട് രേഖകൾ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഇത് ഒരു റിസർവ് വനമോ വന്യജീവി സങ്കേതമോ നീലഗിരി ബയോസ്ഫിയറോ അല്ലെന്ന് അതിൽ പറയുന്നു. യൂക്കാലിപ്റ്റസ് തോട്ടത്തിനായി ബിർളയ്ക്ക് പാട്ടത്തിന് നൽകിയ ഭൂമിയുടെ 14 വർഷത്തെ പാട്ടക്കാലാവധി കഴിഞ്ഞ രേഖയാണ് ഹാജരാക്കിയത്. അതുകൊണ്ടാണ് വനനിയമപ്രകാരം 600 പേർക്കെതിരായ കേസുകൾ കോടതി തള്ളിയത്. ഇത് മനസ്സിലാക്കാതെ മുത്തങ്ങ വന്യജീവി സങ്കേതമാണെന്ന് പറഞ്ഞ് എല്ലാവരും ആദിവാസികൾക്കെതിരെ തിരിഞ്ഞു. ആദിവാസികളെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചു. CPMന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിലുള്ള സർക്കാരുകൾ 22 വർഷമായി വാഗ്ദാനങ്ങൾ നൽകിയിട്ടും മുത്തങ്ങയിലെ പ്രതിഷേധക്കാർക്ക് ഇപ്പോഴും അവരുടെ അവകാശപ്പെട്ട സ്വത്ത് നിഷേധിക്കപ്പെടുന്നു. ആദിവാസി ജോഗിയെയും പോലീസ് ഉദ്യോഗസ്ഥൻ വിനോദിനെയും പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ കൊലപ്പെടുത്തിയതായി ആരോപിക്കപ്പെടുന്നു. ജോഗിയുടെ കേസ് പോലീസ് മരണത്തിന്റെ വ്യക്തമല്ലാത്ത സാഹചര്യമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥൻ വിനോദിന്റെ കേസ് ഇപ്പോഴും എറണാകുളം ഹൈക്കോടതിയിൽ വിചാരണയിലാണ്. കേരളത്തിലെ ആദിവാസി ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ നമ്മുടെ സർക്കാർ സംവിധാനം എങ്ങനെ പരാജയപ്പെടുന്നു എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ് മുത്തങ്ങ സമരം. വിധിക്കായുള്ള നീണ്ട കാത്തിരിപ്പിനൊപ്പം മുത്തങ്ങയിലെ പ്രതിഷേധക്കാർക്ക് അർഹമായ നീതിന്യായ വ്യവസ്ഥയും വൈകിപ്പിക്കുന്നു.